അധ്യായം 89 സൂറത്തുൽ ഫജ്ർ. പ്രഭാതം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 30. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വചനം 1. വൽ ഫജ്ർ. പ്രഭാതം തന്നെയാണ് സത്യം. വൽ ഫജ്ർ. പ്രഭാതം തന്നെയാണ് സത്യം. വചനം 2. വലയാലിൻ. രാത്രികളും തന്നെയാണ്. അശ്ർ. 10. വലയാലിൻ അശ്ർ. 10 രാത്രികൾ തന്നെയാണ് സത്യം. വചനം 3. വശഫ്ഇ. ഇരട്ട തന്നെയാണ്, ഇണയായത് തന്നെയാണ്. വൽ വത്ർ. ഒറ്റയും. വശഫ്ഇ വൽ വത്ർ. ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. വചനം 4. വല്ലൈലി. രാത്രി തന്നെയാണ്. ഇദാ യസ്ർ. അത് ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ. വല്ലൈലി ഇദാ യസ്ർ. രാത്രി അതു തന്നെയാണ് സത്യം, അത് ചരിച്ചുകൊണ്ടിരിക്കെ. വചനം 5. ഹൽ ഫീ ദാലിക. അതിലുണ്ടോ. ഖസമുൻ. സത്യം, ശപഥം. ലിദി ഹിജ്ർ. ബുദ്ധിയുള്ളവന്, കാര്യബോധം ഉള്ളവന്. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. അതിൽ അഥവാ മേൽപ്പറഞ്ഞതിൽ കാര്യബോധമുള്ളവനു സത്യം അഥവാ സത്യത്തിനു വക ഉണ്ടോ? ഉണ്ട്. സത്യം മുഖേന സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങൾ വാസ്തവമെന്ന് കാര്യബോധവും ബുദ്ധിയുമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഈ സത്യങ്ങളിൽ തികച്ചും വകയുണ്ട് എന്ന് സാരം. മേൽക്കണ്ട അർത്ഥഗർഭങ്ങളായ 5 സത്യവാചകങ്ങൾ മുഖേന സ്ഥാപിക്കുന്ന കാര്യം അത് ഇന്നതാണെന്ന് പ്രത്യേകം എടുത്തു പറയാതെ തന്നെ വ്യക്തമാണ്. താഴെ വചനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, മരണാനന്തര ജീവിതം, അതുമായി ബന്ധപ്പെട്ട വിചാരണ, രക്ഷാശിക്ഷകൾ മുതലായ യാഥാർത്ഥ്യങ്ങൾ തന്നെ. ഒന്നാമത്തെ സത്യം പ്രഭാതം കൊണ്ടാണ്. രാത്രിയുടെ ഇരുട്ട് അവസാനിച്ചു പകൽ വെളിച്ചം ആരംഭിക്കുന്നത് പ്രഭാതം മുതൽക്കാണല്ലോ. അതോടെ ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതി മാറ്റങ്ങളും മനുഷ്യരടക്കമുള്ള ജീവികളിൽ ഉണ്ടാകുന്ന സ്ഥിതിമാറ്റങ്ങളും കുറച്ചൊന്നുമല്ല. അതേവരെ മരണസമാനമായ നിദ്രയിൽ ആണ്ട് കിടന്നിരുന്ന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിശ്ചേഷ്ടമായിരുന്ന ഇന്ദ്രിയ ശക്തികൾക്ക് നവബോധം സംജാതമാകുന്നു. ആത്മാവിന് പുതിയ ഉണർവുണ്ടായിത്തീരുന്നു. ഇതുപോലെ ഈ ജീവിതത്തിന് ശേഷം മരണത്തോടു കൂടി പൂർവ്വസ്ഥിതിയിൽ നിന്ന് എല്ലാ നിലക്കും വ്യത്യസ്തമായ, കൂടുതൽ വസ്തുനിഷ്ഠമായ മറ്റൊരു ജീവിതം ഉടലെടുക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രഭാതത്തിലെ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നു. 10 രാത്രികളെ കൊണ്ടാണ് അടുത്ത സത്യം. ഇവ ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10 ദിവസങ്ങളാണെന്നും അതതിൻ്റെ ചില സവിശേഷതകളെ മുൻനിർത്തി ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മിക്കവാറും അഭിപ്രായപ്പെട്ടതും കൂടുതൽ ശരിയായി തോന്നുന്നതും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നത്രേ. ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന ഇനങ്ങളെല്ലാം നടക്കുന്നത് അന്നാണല്ലോ. അവയുടെ പിന്നിലുള്ള ചരിത്ര പ്രധാനങ്ങളായ മഹൽ സംഭവങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തോറും ആചരിക്കപ്പെട്ടു വരുന്ന സ്മരണകളും അറബികൾക്കെല്ലാം അറിയാവുന്നതുമാണ്. ആ ദിവസങ്ങൾ ജാഹിലിയത്തിലും ഇസ്ലാമിലും ആദരണീയ ദിവസങ്ങളുമാണ്. എന്നിരിക്കെ ആ ദിവസങ്ങളെക്കൊണ്ട് ആണയിടുന്നത് അറബികളുടെ ശ്രദ്ധ പ്രത്യേകമായും മറ്റുള്ളവരുടേത് പൊതുവിലും ആകർഷിക്കുവാൻ ഉതകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കയില്ല. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നത് പോലും ആയിരിക്കുകയില്ലേ എന്ന് സ്വഹാബികൾ ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉത്തരം പറഞ്ഞു: അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യലും ആവുകയില്ല. പക്ഷേ തൻ്റെ ദേഹവും ധനവും കൊണ്ടുപോയിട്ട് അവയിൽ ഒന്നുപോലും മടക്കിക്കൊണ്ടുവരാത്ത, അഥവാ ജീവനും ധനവും ബലിയർപ്പിച്ച മനുഷ്യനൊഴികെ. ഇരട്ടയും ഒറ്റയും അഥവാ ഇണയുള്ളതും ഇണയില്ലാത്തതും കൊണ്ടാണ് അടുത്ത 2 സത്യങ്ങൾ. 2 കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം വരാത്ത എണ്ണങ്ങൾക്ക് ഇരട്ട അഥവാ ഷഫ്അ എന്നും അല്ലാത്തതിന് ഒറ്റ അഥവാ വത്ർ എന്നും പറയുന്നു. അപ്പോൾ ഈ 2 ഇനങ്ങളിൽ പെടുത്തുവാൻ കഴിയാത്ത വസ്തുക്കളൊന്നും ഇല്ലെന്ന് കാണാം. മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇണയോ തുല്യതയോ
സാമ്യതയോ ഒന്നുമില്ലാതെ എല്ലാ നിലക്കും പരിപൂർണമായി ഒറ്റയായുള്ളത് അള്ളാഹു മാത്രമേയുള്ളൂ. അവൻ്റെ സത്തയിലാകട്ടെ, ഗുണങ്ങളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ അവന് ഇണയും തുണയും പങ്കുമില്ല. അവനല്ലാതെയുള്ള വസ്തുക്കൾ അഥവാ സൃഷ്ടികൾ എല്ലാം തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇരട്ടകളായിരിക്കും. അപ്പോൾ ഈ സത്യവാചകങ്ങളുടെ വിശാലതയും അഗാധതയും ഏറെ ഊഹിക്കാമല്ലോ. ഒരു നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു. അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ആകയാൽ ഖുർആനിൻ്റെ ആൾക്കാരെ, നിങ്ങൾ വിത്ർ നമസ്കാരം ചെയ്യുവിൻ. ഒറ്റ കൊണ്ടുദ്ദേശം ഒറ്റ റക്അത്തായി നമസ്കരിക്കുന്ന വിത്ർ നമസ്കാരമാണെന്നും ഇരട്ട കൊണ്ടുദ്ദേശം മറ്റു നമസ്കാരങ്ങളാണെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ ഇതും ഇതുപോലെയുള്ളതുമായ അഭിപ്രായങ്ങൾ ഒറ്റക്കും ഇരട്ടക്കും ചില ഉദാഹരണങ്ങൾ മാത്രമാകുന്നു. സൂറത്ത് ദാരിയാത്ത് 49 അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളിൽ നിന്നും നാം 2 ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് കാണാം. സൃഷ്ടികളെല്ലാം ഇരട്ടയും ഒറ്റയുമാകുന്നു. അള്ളാഹു അവൻ്റെ സൃഷ്ടികളെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് ഇങ്ങനെയും വന്നിട്ടുണ്ട്: അള്ളാഹു ഒറ്റയാണ്, അവൻ്റെ സൃഷ്ടികൾ ഇരട്ടയും അഥവാ ഇണയുള്ളതും ആകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ ഇരട്ടക്കും ഒറ്റക്കും നൽകിയ വിവരണം. 5-മത്തെ സത്യം ചരിക്കുന്ന അവസരത്തിൽ രാത്രിയെക്കൊണ്ടാണ്. ചരിക്കുക എന്നത് രാത്രിയുടെ വരവിനെയോ പോക്കിനെയോ അല്ലെങ്കിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയോ ഉദ്ദേശിച്ചു പറഞ്ഞതാവാം. പ്രഭാതം രാത്രിയുടെ അവസാനത്തെ കുറിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ അതിൻ്റെ പ്രാരംഭത്തെ അഥവാ വരവിനെ കുറിക്കുന്നതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നത്. അള്ളാഹുവിനറിയാം. പ്രഭാതത്തെ പറ്റി പ്രസ്താവിച്ചതുപോലെ അനേകം മാറ്റങ്ങൾ രാത്രി മൂലവും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവയെപ്പറ്റി ആലോചിച്ചു നോക്കുവാനും അതുവഴി ഖുർആൻ പ്രബോധനം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ഇതും ഉപകരിക്കുന്നത് തന്നെ. അടുത്ത വചനങ്ങളിൽ ചില ചരിത്ര ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. വചനം 6. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെക്കൊണ്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, നിന്റെ രക്ഷിതാവ് ആദിനെക്കൊണ്ട് എപ്രകാരം ചെയ്തുവെന്നു നീ കണ്ടില്ലേ. വചനം 7. ഇറോമ, അതായത് ഇറമിനെക്കൊണ്ട്, ദാത്തിൽ ഇമാദ്, തൂണിൻ്റെതായ സ്തംഭത്തിൻ്റെതായ, ഇറമ ദാത്തിൽ ഇമാദ്, അതായത് തൂണിൻ്റെ ആൾക്കാരായ ഇറമുഗോത്രം. വചനം 8. അല്ലതീ ലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ, മിത്ലുഹ, അതുപോലെയുള്ളവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, നാടുകളിൽ, അല്ലതീ ലം യുഖ്ലഖ് മിത്ലുഹാ ഫിൽ ബിലാദ്, അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം. വചനം 9. വസമൂദ, സമൂദിനെക്കൊണ്ടും, അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ, അസ്സൊഹ്റ, പാറ, ബിൽവാദ്, താഴ്വരയിൽ, വസമൂദ അല്ലദീന ജാബു അസ്സഖ്റ ബിൽവാദ്, താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെക്കൊണ്ടും. വചനം 10. വഫിർഔൻ, ഫിർഔനെക്കൊണ്ടും, ദിൽ ഔതാദ്, ആണികളുടെ ആളായ, വഫിർഔന ദിൽ ഔതാദ്, കുറ്റികളുടെ ആളായ ഫിർഔനെക്കൊണ്ടും. വചനം 11. അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ. വചനം 12. ഫഅക്തറൂ ഫീഹ,
എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, കുഴപ്പം, നാശം. فأكثروا فيها الفساد. അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു. വചനം 13. ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു. റബ്ബുക, നിന്റെ റബ്ബ്. സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി. فصب عليهم ربك سوط عذاب. അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചെമ്മട്ടി ചൊരിഞ്ഞു. വചനം 14. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിർഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിൻ്റെയും അതിൻ്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. 3 കൂട്ടരെ പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹൻ്റെ പേർ ഗോത്രത്തിൻ്റെയും വംശത്തിൻ്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിൻ്റെയോ വാസസ്ഥലത്തിൻ്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അല്ലാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിൻ്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിൻ്റെ താൽപ്പര്യം സൂറത്ത് ശുഅറായിലെ 128 നിന്നും അതിൻ്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിൻ്റെ പതിവായിരുന്നു. അതാണ് 9-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിർഔനിനെ വിശേഷിപ്പിച്ചതിൻ്റെ താൽപ്പര്യം അവൻ്റെ അധികാരശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിൻ്റെ 12-ാം വചനത്തിൻ്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ 3 കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രത്നച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13-ാം വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14-ാം വചനം. വചനം 15. ഫഅമ്മ, എന്നാൽ, അപ്പോഴോ, അൽ ഇൻസാനു, മനുഷ്യൻ, ഇദാ മബ്തലാഹു, അവനെ പരീക്ഷണം ചെയ്താൽ, റബ്ബുഹു, അവൻ്റെ റബ്ബ്, ഫഅക്റമഹു, എന്നിട്ടവനെ ആദരിച്ചു, വനഅമഹു, അവനു സൗഖ്യം നൽകുകയും ചെയ്തു, ഫയഖൂലു, അപ്പോഴവൻ പറയും, റബ്ബി, എൻ്റെ റബ്ബ്, അക്റമൻ, എന്നെ ആദരിച്ചു, മാനിച്ചു. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. എന്നാൽ മനുഷ്യനോ, അവന് അവൻ്റെ റബ്ബ് പരീക്ഷണം ചെയ്യുകയും എന്നിട്ടവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അപ്പോൾ അവൻ പറയും, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. വചനം 16. വഅമ്മാ ഇദാ മബ്തലാഹു,
അപ്പോൾ അവനെ പരീക്ഷിച്ചാൽ, ഇനി അവനെ പരീക്ഷിച്ചാൽ, ഫഖദറ എന്നിട്ടു കണക്കാക്കി, കുടുസാക്കി, പരിമിതപ്പെടുത്തി, അലൈഹി അവൻ്റെ മേൽ, റിസ്ഖഹു അവൻ്റെ ഉപജീവനം, ആഹാരം, ഫയഖൂലു അപ്പോഴവൻ പറയും, റബ്ബി എൻ്റെ റബ്ബ്, അഹാനൻ എന്നെ അപമാനപ്പെടുത്തി, നിന്ദിച്ചു. فأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. ഇനി അവനെ പരീക്ഷണം ചെയ്യുകയും എന്നിട്ടു അവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കുക അഥവാ പരിമിതപ്പെടുത്തുകയും ചെയ്താലോ, അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്. മനുഷ്യരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണിത്. സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിന് തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും തനിക്ക് അള്ളാഹുവിങ്കിൽ പ്രത്യേക സ്ഥാനമുള്ളതുകൊണ്ടും ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക. നേരെ മറിച്ച് ഉപജീവന മാർഗത്തിലും സുഖസൗകര്യങ്ങളിലും കുറവ് വരുമ്പോൾ തന്നെ അള്ളാഹു അവഗണിച്ചിരിക്കുകയാണെന്നും അപമാനിച്ചിരിക്കുകയാണെന്നും പരാതിപ്പെടുകയും ചെയ്യുക. വാസ്തവത്തിൽ ഐഹികമായ സുഖസൗകര്യങ്ങളാകട്ടെ വിഷമങ്ങളാകട്ടെ അള്ളാഹുവിങ്കിൽ മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മാനദണ്ഡമായി കണക്കാക്കാവതല്ല. രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങളാകുന്നു. സന്തോഷത്തിലും സൗകര്യത്തിലും നന്ദി കാണിക്കുകയും സന്താപത്തിലും ഞെരുക്കത്തിലും ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന പക്ഷം രണ്ടും അവന് ഗുണകരമായി കലാശിക്കും, ഇല്ലെങ്കിൽ രണ്ടും ദോഷകരവുമായിരിക്കും. വചനം 17. കല്ല അങ്ങനെയല്ല, വേണ്ട, ബൽ പക്ഷേ, ലാ തുക്രിമൂന നിങ്ങൾ ആദരിക്കുന്നില്ല, മാനിക്കുന്നില്ല, അൽ യതീമ അനാഥക്കുട്ടിയെ. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. അങ്ങനെ വേണ്ട, പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. വചനം 18. വലാ തഹാദ്ദൂന നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, അലാ തുആമി ഭക്ഷണത്തെപ്പറ്റി, അൽ മിസ്കീൻ സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ, അഗതിയുടെ. വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല. വചനം 19. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ. അനന്തരാവകാശത്തെ നിങ്ങൾ അടക്കി കൂട്ടിയ തീറ്റ തിന്നുകയും ചെയ്യുന്നു. വചനം 20. വതുഹിബ്ബൂന നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു, അൽ മാല സ്വത്ത്, ധനം, ഹുബ്ബൻ ഒരു സ്നേഹം, ജമ്മ അമിതമായ, കഠിനമായ, വല്ലാതെ. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ധനത്തെ നിങ്ങൾ അമിതമായ സ്നേഹം സ്നേഹിക്കുകയും ചെയ്യുന്നു. മേൽപ്പറഞ്ഞതാണ് നിങ്ങളുടെ സ്വഭാവം. അത് നന്നല്ല. നിങ്ങൾ വേണ്ടത് അങ്ങനെയല്ല. സുഖസൗകര്യങ്ങളിൽ നന്ദി കാണിക്കുകയും വിഷമങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അനാഥകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നുമില്ല. ഏതെങ്കിലും വിധേന സ്വത്ത് വാരിക്കൂട്ടി ഉപയോഗിക്കുകയും ധനത്തോട് അമിതമായ മോഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് സാരം. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. അനാഥകളെ സഹായിക്കുന്നില്ലെന്നോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്നോ അല്ല അള്ളാഹു പറഞ്ഞത്. അനാഥകളെ ആദരിക്കുന്നില്ലെന്നും സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ലെന്നുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അനാഥകൾക്ക് ഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും പോരാ, അവരെ മാനിക്കുകയും ആദരിക്കുകയും കൂടി വേണ്ടതുണ്ട്. സാധുക്കളുടെ വിശപ്പടക്കുവാനുള്ള ആഹാരം കൊടുത്താലും പോരാ, അവരുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും വേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിലടങ്ങിയ സൂചനകൾ. അന്യായമായ മാർഗങ്ങളും ദുസ്സാമർഥ്യവും വഴി അനന്തരാവകാശികളെ കബളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുക,
അന്യരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, ഇതെല്ലാം ഇന്ന് പരക്കെ കാണാവുന്ന സ്വഭാവങ്ങളാണ്. ധനമോഹത്തെക്കുറിച്ചും അത് വാരിക്കൂട്ടുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള താൽപ്പര്യത്തെക്കുറിച്ചും പറയേണ്ടതുമില്ല. എന്തു മാർഗം സ്വീകരിച്ചും ധനം സമ്പാദിക്കണം, ആർഭാടമായി കഴിഞ്ഞുകൂടണം എന്ന വിചാരമാണ് മിക്ക മനുഷ്യർക്കുമുള്ളത്. തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനവും ആഡംബര ജീവിതവുമാണ് അവരുടെ ദൃഷ്ടിയിൽ. ഇന്ന് ലോകത്ത് നടക്കുന്ന അനീതികളുടെയും അഴിമതികളുടെയും മൂലകാരണങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഏറിയ കൂറും ധനമോഹത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കും. വാസ്തവത്തിൽ ധനം ഒരു ശപിക്കപ്പെട്ട വസ്തുവായത് കൊണ്ടല്ല ഇത്. പക്ഷേ അതിന് അളവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകുന്നതും അത് ന്യായമായ രൂപത്തിൽ സമ്പാദിക്കാതിരിക്കുന്നതും വിനിയോഗിക്കേണ്ട പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നതുമാണ് ശാപഹേതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹേ ആദമിൻ്റെ മകനെ, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചിലവഴിക്കൽ നിനക്ക് ഗുണകരമാണ്, അത് പിടിച്ചു വെക്കുന്നത് നിനക്ക് ദോഷകരവുമാണ്. അത്യാവശ്യമായതിനെപ്പറ്റി നീ ആക്ഷേപിക്കപ്പെടുന്നതല്ല, നീ പ്രാരാബ്ധം വഹിക്കുന്നവരെ കൊണ്ട് നീ ആരംഭിക്കണം. അഥവാ നീ ചെലവ് കൊടുക്കേണ്ടുന്ന ഭാര്യാമക്കൾ മുതലായവരുടെ കാര്യത്തിൽ നീ മുൻഗണന നൽകണം. മേലെ കൈ അഥവാ കൊടുക്കുന്ന കൈ താഴെ കൈയിനെ അഥവാ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. മുസ്ലിം. മറ്റൊരു നബിവചനത്തിൽ ഇപ്രകാരം കാണാം, അള്ളാഹു തന്നെയാണ്, ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്. പക്ഷേ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഐഹിക ജീവിതം വിശാലമാക്കപ്പെടുകയും അങ്ങനെ അവർ അന്യോന്യം വഴക്കടിച്ചിരുന്നതുപോലെ നിങ്ങൾ അന്യോന്യം വഴക്കടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ അവരെ അത് നാശത്തിലാക്കിയതുപോലെ നിങ്ങളെയും അത് നാശത്തിലകപ്പെടുത്തിക്കളയും. ബുഖാരി, മുസ്ലിം. വചനം 21. കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇദാ ദുക്കറ്റ്, ഒടിയാക്കപ്പെട്ടാൽ, അൽ അർളു, ഭൂമി, ദക്കൻ ദക്ക, ഒരു പൊടി പൊടിക്കൽ. കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക. വേണ്ട, ഭൂമി ഒരു പൊടി പൊടിക്കൽ പൊടിക്കപ്പെട്ടാൽ. വചനം 22. വജാഅ, വരുകയും, റബ്ബുക, നിന്റെ റബ്ബ്, വൽ മലക്കു, മലക്കുകളും, സൊഫൻ സൊഫ, അണിയണിയായി, വരി വരിയായി. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ. നിന്റെ റബ്ബും അണിയണിയായി മലക്കുകളും വരുകയും ചെയ്താൽ. വചനം 23. വജീഅ, വരപ്പെടുകയും ചെയ്യും. യൗമ ഇദിൻ, അന്ന്. ബിജഹന്നം, നരകം കൊണ്ട്, ജഹന്നം കൊണ്ട്. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. യതദക്കറു, ഓർമ്മിക്കും. അൽ ഇൻസാനു, മനുഷ്യൻ. വ അന്നാ ലഹു, അവനു എവിടെ നിന്നാണ്, എങ്ങനെയാണ്. അദ്ദിക്റ, ഓർമ്മ, സ്മരണ, ഉപദേശം. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ. അന്നു ജഹന്നം അഥവാ നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്യും. അന്നത്തെ ദിവസം മനുഷ്യന് ഓർമ്മ വരുന്നതാണ്. എവിടെ നിന്നാണ് അവന് ഓർമ്മ വന്നത്, അഥവാ എന്താണ് അതുകൊണ്ട് പ്രയോജനം. വചനം 24. യഖൂലു, അവൻ പറയും, യാ ലൈതനീ, അയ്യോ ഞാനായിരുന്നുവെങ്കിൽ. ഖദ്ദംതു, ഞാൻ മുൻ ചെയ്തു വെച്ചു. ലി ഹയാത്തി, എൻ്റെ ഈ ജീവിതത്തിനു വേണ്ടി, എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. അവൻ പറയും, അയ്യോ ഞാൻ എൻ്റെ ഈ ജീവിതത്തിനു വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ നന്നായേനെ. വചനം 25. ഫയൗമ ഇദിൻ, അപ്പോൾ അന്ന്. ലാ യുഅദ്ദിബു,
ശിക്ഷിക്കയില്ല. അദാബഹു അവന്റെ ശിക്ഷ, അവൻ ശിക്ഷിക്കും പ്രകാരം, അഹദുൻ ഒരാളും. فيومئذ لا يعذب عذابه أحد. അപ്പോൾ അന്നത്തെ ദിവസം അവന്റെ അഥവാ അള്ളാഹുവിന്റെ ശിക്ഷ ഒരാളും ശിക്ഷിക്കുകയില്ല. വചനം 26. വലായൂസിഖു പിടിച്ചു ബന്ധിക്കയുമില്ല, കെട്ടുകയുമില്ല. വസാഖഹു അവന്റെ പിടിച്ചു ബന്ധിക്കൽ, ബന്ധിക്കും പ്രകാരം, അഹദുൻ ഒരാളും. ولا يوثق وثاقه أحد. അവന്റെ പിടിച്ചു ബന്ധിക്കൽ ഒരാളും പിടിച്ചു ബന്ധിക്കുന്നതുമല്ല. ഭൂമി പൊടിപൊടിയായി നിരത്തപ്പെടുമെന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അള്ളാഹുവും മലക്കുകളും വരുമെന്ന് പറഞ്ഞത് വിചാരണയെ സംബന്ധിച്ചുമാകുന്നു. സർവാധിപതിയായ ലോകനേന്താവിൻ്റെ മുമ്പിൽ യാതൊരു അഭിഭാഷകനോ മധ്യവർത്തിയോ കൂടാതെ സൃഷ്ടികളാകമാനം വിചാരണ നടത്തപ്പെടുന്ന ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മഹാസൃഷ്ടികളായ കണക്കറ്റ മലക്കുകൾ വരിവരിയായി ആ മഹാസദസ്സിനെ വലയം ചെയ്തിരിക്കും. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനെ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. പക്ഷേ അപ്പോഴത്തെ ഓർമ്മ കൊണ്ടും ഖേദം കൊണ്ടും ഫലമെന്ത്? ശിക്ഷയിൽ നിന്ന് അവന് ഒഴിവില്ല, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവന് രക്ഷയുമില്ല. അക്രമത്തിലും അനീതിയിലും കാലം കഴിച്ചു കൂട്ടിയ ഫിർഔനും കൂട്ടരുമാകട്ടെ, ആദും സമൂദുമാകട്ടെ എന്നുവേണ്ട അല്ലാഹുവല്ലാത്ത ആരാകട്ടെ, അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് സമാനമായ ശിക്ഷ ശിക്ഷിക്കുവാനോ അവൻ പിടിച്ചു ബന്ധിക്കുന്നതുപോലെ ബന്ധിക്കുവാനോ കഴിവുള്ളവരില്ല. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനെ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായി അദീ ഇബ്നു ഹാത്തം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. നിങ്ങളിൽ ഒരാളും തന്നെ അവൻ്റെയും അവൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ ഒരു അഭിഭാഷകനാകട്ടെ, മറവുണ്ടാക്കുന്ന ഏതെങ്കിലും മറയാകട്ടെ ഒന്നുമില്ലാതെ അവൻ്റെ റബ്ബ് അവനോട് സംസാരിക്കാതിരിക്കയില്ല. അപ്പോൾ അവൻ വലത്തോട്ട് നോക്കും, താൻ മുമ്പ് ചെയ്തു വച്ചതല്ലാതെ അവൻ ഒന്നും കാണുകയില്ല. തൻ്റെ ഇടത്തോട്ട് നോക്കും, മുൻ ചെയ്തു വച്ചതല്ലാതെ കാണുകയില്ല. മുന്നോട്ട് നോക്കും, അപ്പോൾ തൻ്റെ മുഖത്തിനു നേരെ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരക്കപ്പൊടി ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ബുഖാരി, മുസ്ലിം. തിരുമേനി പ്രസ്താവിച്ചതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു: അന്നത്തെ ദിവസം ജഹന്നം കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാണുണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണൊന്നിച്ചും 70,000 മലക്കുകളും ഉണ്ടായിരിക്കും. അവർ അത് വലിച്ചു കൊണ്ടുവരുന്നതാണ്. മുസ്ലിം, തിർമദി. ലി ഹയാത്തി എന്ന വാക്കിന് എൻ്റെ ജീവിതത്തിനു വേണ്ടി എന്നും എൻ്റെ ജീവിതകാലത്ത് എന്നും അർത്ഥം വരാം. ഒന്നാമത്തേതനുസരിച്ച് അതാണ് നാം മുകളിൽ കൊടുത്തത്. ജീവിതം കൊണ്ടുദ്ദേശം പരലോക ജീവിതവും, രണ്ടാമത്തേതനുസരിച്ച് ഉദ്ദേശം ഇഹലോക ജീവിതവുമായിരിക്കും. രണ്ടായാലും ആശയം ഒന്നു തന്നെ. മനുഷ്യരെക്കുറിച്ച് പൊതുവിലാണ് ഈ വചനങ്ങളിൽ സംസാരമെങ്കിലും ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് ബാധകമാകുന്നത് കുറ്റവാളികളായ ദുർമാർഗികളായിരിക്കുമല്ലോ. സന്മാർഗികളായ ആളുകളെ അള്ളാഹു സ്വാഗതം ചെയ്യുന്നത് നോക്കുക. വചനം 27. യാ അയ്യത്തുഹൻ നഫ്സ്, ഹേ ആത്മാവേ, അൽ മുത്മഇന്ന സമാധാനമടഞ്ഞ, മനസ്സമാധാനമുള്ള. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ്, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ. വചനം 28. ഇർജിഇ നീ മടങ്ങിക്കൊള്ളുക, ഇലാ റബ്ബിക നിന്റെ റബ്ബിങ്കലേക്ക്, റാദിയതൻ തൃപ്തിപ്പെട്ടുകൊണ്ട്, മർദിയ തൃപ്തിയാക്കപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയഹ്, തൃപ്തിപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക.
വചനം 29. ഫദ്ഖുലി എന്നിട്ട് പ്രവേശിച്ചുകൊള്ളുക. ഫി ഇബാദി എൻ്റെ അടിയാന്മാരിൽ. ഫദ്ഖുലി ഫീ ഇബാദി എന്നിട്ട് എൻ്റെ അടിയാന്മാരിൽ പ്രവേശിച്ചുകൊള്ളുക. വചനം 30. വദ്ഖുലി പ്രവേശിക്കുകയും ചെയ്യുക. ജന്നതി എൻ്റെ സ്വർഗത്തിൽ. വദ്ഖുലി ജന്നതി എൻ്റെ സ്വർഗത്തിലും പ്രവേശിച്ചുകൊള്ളുക. സൃഷ്ടിച്ചു രക്ഷിച്ചു വരുന്ന റബ്ബിൽ വിശ്വസിച്ചും അവൻ്റെ മഹത്വങ്ങളും പരമോത്കൃഷ്ടതയും മനസ്സിലാക്കിയും അവനെ മാത്രം ആരാധിച്ചും അവനോട് മാത്രം സഹായമർത്ഥിച്ചും അവൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും സന്തോഷത്തിൽ നന്ദിയും സന്താപത്തിൽ ക്ഷമയും സ്വീകരിച്ചും കൊണ്ട് ഐഹിക ജീവിതം നയിച്ച ശുദ്ധാത്മാക്കളത്രേ സമാധാനമടഞ്ഞ ആത്മാക്കൾ, അഥവാ അന്നുഫൂസുൽ മുത്മഇന്ന. ഭയമോ വ്യസനമോ ആശങ്കയോ നിരാശയോ മോഹഭംഗമോ ഒന്നും അവരെ ബാധിക്കുന്നതല്ല. അവരത്രേ മനസ്സമാധാനമടഞ്ഞ ഭാഗ്യവാന്മാർ. അള്ളാഹു പറയുന്നു, വയഹിദി ഇലൈഹി മൻ അനാബല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സു മടങ്ങിയവരെ അവൻ അള്ളാഹു അവങ്കലേക്ക് മാർഗദർശനം ചെയ്യുന്നു. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനമടയുകയും ചെയ്യുന്നവരെ. അറിഞ്ഞേക്കുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. സൂറത്തുർ റഅദ് 27-28. മരണവേളയിലും ഖിയാമത്തുനാളിലുമെല്ലാം തന്നെ ഈ മഹാഭാഗ്യവാന്മാർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് സ്വാഗതവും സന്തോഷവാർത്തയും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ റബ്ബിൻ്റെ സ്മരണയോടുകൂടി സമാധാനചിത്തനായി ജീവിക്കുകയും സമാധാനചിത്തനായിക്കൊണ്ട് പരലോകത്ത് ചെല്ലുകയും ചെയ്ത ആത്മാവിനെ അള്ളാഹു വിളിച്ച് സ്വാഗതം ചെയ്യുകയാണ്. നിനക്ക് പരിപൂർണമായും തൃപ്തി അടയുവാനുള്ള വമ്പിച്ച പ്രതിഫലവും മഹത്തായ അനുഗ്രഹങ്ങളും ഇവിടെ ഒരുക്കിവെച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച് നിന്റെ റബ്ബ് നല്ല പോലെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിനക്കിവിടെ പേടിക്കേണ്ടതായോ വ്യസനിക്കേണ്ടതായോ ഒന്നുമില്ല. തൃപ്തി അടഞ്ഞുകൊണ്ടും തൃപ്തിക്കു വിധേയനായിക്കൊണ്ടും എൻ്റെ പ്രീതിക്ക് പാത്രവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചുകൊള്ളുക. സജ്ജനങ്ങൾക്കായി ഞാൻ ഒരുക്കിവെച്ചിട്ടുള്ള അനുഗ്രഹീത സ്വർഗത്തിൽ പ്രവേശിച്ച് ശാശ്വത സൗഖ്യം അനുഭവിച്ചു കൊള്ളുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.